നമസ്തേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ DF എനർജിയിൽ എങ്ങനെ നമ്മൾ എംപവർമെൻറ്റിലിരിക്കാം, സ്റ്റേ അലൈൻഡ് ആവാം, അല്ലെങ്കിൽ DF എസെൻസ് എങ്ങനെ കണക്ട് ചെയ്തിരിക്കാം, പിന്നെ DMനെയും കാർമിക് സോൾമേറ്റിനെയും ചേസിങ് ചെയ്യാതെ പവറിൽ എങ്ങനെ ഇരിക്കാം, അതിനുള്ളൊരു മെഡിറ്റേഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പം ഇത് ഒന്നില്ലെങ്കിൽ സമയം ഒക്കെ ഇല്ലാത്തവർക്ക് 7 ദിവസമായിട്ട് ചെയ്യാം. ഓരോ പാർട്ടായിട്ട് അല്ലാത്തവർക്ക് ഒരു ദിവസം തന്നെ ഈ 7 കാര്യങ്ങളും കൂടി ചെയ്യാം കേട്ടോ. ഒരു 7 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് സമയമില്ലാത്ത ആൾക്കാർക്ക് ഓരോ ദിവസം ഓരോ പാർട്ട് ചെയ്തിട്ട് അങ്ങനെ 7 ദിവസം ഇത് കംപ്ലീറ്റ് ചെയ്യാം. അല്ലാത്തവർക്ക് ഒറ്റ ദിവസം തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡേ ഫസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് ഗ്രൗണ്ടിങ് ആൻഡ് ലെറ്റിംഗ് ഗോ ആണ്. നമ്മൾ ആദ്യം തന്നെ ബെയർ ഫൂട്ടിൽ ഗ്രൗണ്ടിൽ നടക്കുക, അല്ലെങ്കിൽ നമ്മളുടെ വീടിൻ്റെ അടുത്തൊക്കെ മരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ചെന്നിരിക്കുക, ഗാർഡൻ ഉണ്ടെങ്കിൽ അത് അവിടെ ചെന്നിരിക്കുക. DMൻ്റെയോ കാർമിക് സോൾമേറ്റിൻ്റെയോ അറ്റാച്ച്മെൻറ്റ് കോഡ്സ് ഗോൾഡൻ ലൈറ്റ് കൊണ്ട് ഡിസോൾവ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ അവരെ ചേസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലവരൊക്കെ കാർമിക് സോൾമേറ്റിനെയും ചേസ് ചെയ്യും, ചിലവരൊക്കെ DMനെയും ചേസ് ചെയ്യും, അവരുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യലൊക്കെ ചെയ്യും. അപ്പോൾ അതിൽ നിന്നൊക്കെ ആ ചേസിങ്ങിന് ഒഴിവാവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ കുറച്ചൊന്ന് ഒരു മെഡിറ്റേഷൻ സ്റ്റേറ്റിലിരുന്നിട്ട് DMൻ്റെയോ കാർമിക് സോൾമേറ്റിൻ്റെയോ അറ്റാച്ച്മെൻറ്റ് കോഡ്സ് ഗോൾഡൻ ലൈറ്റ് ഡിവൈൻ്റെ ഗോൾഡൻ ലൈറ്റിൽ നമ്മളുടെ കോഡിൽ നിന്ന് നമ്മളുടെ കോഡായിട്ടുള്ള ഡിസോൾവ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ഫിസിക്കൽ ബോഡിയായിട്ട് ഡിസോൾവ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. പിന്നെ ആ സമയത്ത് നമ്മൾ പറയേണ്ടത്, മരത്തിൻ്റെ അടിയിലിരിക്കുമ്പോഴോ ബെയർ ഫൂട്ടായി നടക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ടത് ഐ റിലീസ് ഓൾ ദാറ്റ് ഈസ് നോട്ട് മൈൻ ടു ക്യാരി. എനിക്ക് ക്യാരി ചെയ്യേണ്ടാത്തതിനൊക്കെ ഞാൻ റിലീസ് ചെയ്യുന്നു. അതായത് നമ്മളുടെ ടിൻ ഫ്ലെയിം ജേണിയിൽ നമ്മൾക്ക് വേണ്ടാത്തതിനെ എല്ലാം നമ്മൾ റിലീസ് ചെയ്യുന്നു എന്ന് ആണ് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഐ റിലീസ് ഓൾ ദാറ്റ് ഈസ് നോട്ട് മൈൻ ടു ക്യാരി. പിന്നെ നമ്മൾ ജേണൽ എഴുതേണ്ടത് ലെറ്റ് ഗോ ചെയ്യേണ്ട ഇമോഷൻസ്. നമുക്ക് ഓരോ വ്യക്തികൾക്കറിയാം നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെ ഇമോഷൻസിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യണം. ആ ഇമോഷൻസ് എല്ലാം ലെറ്റ് ഗോ ചെയ്യേണ്ടത് എഴുതി വെക്കുക, ജേണൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നവർ ആദ്യം പ്രാക്ടീസ്, പിന്നെ ഇത് ചെല്ലുമ്പോഴുണ്ടാവുന്ന മന്ത്ര, പിന്നീട് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ജേണൽ എഴുതിയാൽ മതി. ഓക്കെ, ഒരു ദിവസം തന്നെ എല്ലാം കൂടി ചെയ്യുന്നവർ പ്രാക്ടീസ് എല്ലാം ഒന്നിച്ച് ചെയ്യുക. പിന്നെ നമ്മളുടെ ജേണലൊക്കെ ലാസ്റ്റ് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. എല്ലാം കൂടിയിട്ട് ഓരോന്നോരോന്നായിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടത് ഇന്നർ മാസ്കുലിൻ ഹീലിംഗ് ആണ്. നമ്മളുടെ എല്ലാ ഫെമിനിൻസിൻ്റെയും ഉള്ളിൽ ഒരു ഇന്നർ മാസ്കുലിൻ എനർജി ഉണ്ടാവും. അതിനെ ഹീല് ചെയ്യലാണ്. അത് ഹീലാവാതിരിക്കുമ്പോഴാണ് നമ്മൾ ചേസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹീല് ചെയ്യലാണ് അടുത്ത രണ്ടാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് ഒന്ന് മെഡിറ്റേഷൻ സ്റ്റേറ്റിൽ പോയിട്ട് നമ്മുടെ കൈ ഹാർട്ടിൽ വെക്കുക. എന്നിട്ട് പറയാം ഐ കോൾ ഇൻ മൈ ഇന്നർ മാസ്കുലിൻ ടു സപ്പോർട്ട് മീ വിത്ത് സ്ട്രെങ്ത്, ക്ലാരിറ്റി ആൻഡ് സ്റ്റേബിലിറ്റി. ഓക്കെ, അപ്പം നമ്മളുടെ ഹാർട്ടിൽ കൈ വെച്ചിട്ട് ഐ കോൾ ഇൻ മൈ ഇന്നർ മാസ്കുലിൻ മനസ്സിൽ വിചാരിച്ചാലും മതി. ഇന്നർ മാസ്കുലിനെ കോൾ ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, എനിക്ക് സ്ട്രെങ്ത് തരാം, ക്ലാരിറ്റി തരാം, സ്റ്റേബിലിറ്റി തരാമെന്ന് അവരോട് തന്നെ പറയാം. ഇന്നർ മാസ്കുലിൻ എനർജിനോട് പറയാം. ഓക്കെ, പിന്നെ മന്ത്ര വരുന്നത് ഐ ആം സേഫ്, ഐ ആം സ്ട്രോങ്, ഐ ആം ഹോൾ വിത്തിൻ. ആ സമയത്ത് നമ്മൾ കണ്ണടച്ചിട്ട് ഐ ആം സേഫ്, ഐ ആം സ്ട്രോങ്, ഐ ആം ഹോൾ വിത്തിൻ എന്ന് പറയാം മനസ്സിൽ. ഓക്കെ, ജേണൽ എഴുതേണ്ടത് ഹൗ ക്യാൻ ഐ ഷോ അപ്പ് ഫോർ മൈ സെൽഫ് ലൈക്ക് ദ പാർട്ട്ണർ ഐ ഡിസയർ. ഓക്കെ, നമ്മൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണർ ആരാണ്? നമ്മളുടെ DM ആണ്. അപ്പം നമ്മളുടെ DM നമ്മളെ എങ്ങനെയാണോ കാണുന്നത് അല്ലെങ്കിൽ കാണേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്നത്, അവരെങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്യണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതുപോലെ നമ്മളെ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അത് ഇങ്ങനെയാണ് ജേണൽ എഴുതുക. നമ്മളുടെ DM നമ്മളെങ്ങനെ കാണുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ നമുക്ക് തരണം എന്നാണ് ആഗ്രഹിക്കുന്നത്, എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, അതൊക്കെ നമ്മളെ തന്നെ ചെയ്യുക. ഓക്കെ, അതായത് സെൽഫ് ലവ് ആണ് അവിടെ പറയുന്നത്. ഓക്കെ,
അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഡി എമ്മിനെ ഇപ്പോൾ നമുക്ക് സ്നേഹിക്കാൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ ഡി എമ്മിനെ സ്നേഹിക്കുക, നമ്മൾ ഡി എമ്മിനെ എന്തൊക്കെ ചെയ്തു കൊടുക്കും, അതൊക്കെ നമ്മളെ തന്നെ നമ്മൾ ചെയ്യുക. അതായത് ഡി എം തന്നെയാണല്ലോ നമ്മൾ, അതൊക്കെ നമ്മളെ തന്നെ ചെയ്യുക. സെൽഫ് ലവിൻ്റെ ഭാഗമാണത് രണ്ടാമത്തത്. പിന്നെ മൂന്നാമത്തത് ചെയ്യേണ്ടത് ഇമോഷണൽ ആൽക്കമി. എന്താണ് ഇമോഷണൽ ആൽക്കമി എന്ന് പറയുമ്പോൾ, നമ്മൾക്ക് ഈ സമയത്ത് ഹീൽ ചെയ്യാനായിട്ട് ഗ്രീഫ്, ആങ്കർ, അതുപോലെ എന്തെങ്കിലും ഹെവി ഫീലിങ്സ്, ചേസിങ് എനർജി, ഇതൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾക്ക് പല ഇമോഷൻസും നമുക്ക് ഹീൽ ചെയ്യാനുണ്ടാവും. അപ്പോൾ ആ ഇമോഷൻസിനെ നമ്മൾ എന്താക്കി എടുക്കണം, പവറാക്കി എടുക്കണം. അപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രീഫാണ് നമുക്കുള്ളതെങ്കിൽ ഗ്രീഫിനെ സ്ട്രെങ്ത് ആക്കി എടുക്കുക. ആങ്കർ ആണുള്ളതെങ്കിൽ ആങ്കറിനെ ക്ലാരിറ്റി ആക്കി എടുക്കുക. പിന്നെ ഹെവി ഫീലിങ്സ്, ചേസിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെന്താക്കി എടുക്കുക, വിസ്ഡം, പവർ ആൻഡ് ലവ്, അങ്ങനെ ആക്കിയെടുക്കുക. അതായത് നമ്മളുടെ ഇമോഷൻസിനെ, നെഗറ്റീവ് ഇമോഷൻസിനെ പോസിറ്റീവിലേക്ക് മാറ്റുക, പോസിറ്റീവ് പവറാക്കി ലവ് ആക്കി എടുക്കുക. ഇപ്പോൾ സാഡ്നെസ്, ഫ്രസ്ട്രേഷന്, ലോങ്ങിങ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊക്കെ പവറാക്കി എടുക്കണം. അതിനെന്താ ചെയ്യേണ്ടത്, നമ്മൾ ഒരു മെഴുകുതിരി, ക്യാൻഡിൽ എടുത്തിട്ട് ലൈറ്റ് ചെയ്യുക, കത്തിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഉറക്കെ നമ്മളുടെ ഗ്രീഫ്, എന്തെങ്കിലും സാഡ്നെസ് ഉണ്ടെങ്കിൽ ഉറക്കെ പറയുക, എന്താണ് നമ്മളുടെ ഉള്ളിൽ നിന്ന് ആദ്യം നമ്മൾ സെൻസ് ചെയ്യുക. അപ്പോൾ സാഡ്നെസ് ആണെങ്കിൽ എന്ത് സാഡ്നെസ് ആണ്, എന്ത് ദുഃഖമാണ് നമുക്കുള്ളത്, അത് ഉറക്കെ പറയാം. ഫ്രസ്ട്രേഷൻ ഓർ ലോങ്ങിങ്, സെപ്പറേറ്റിംഗ് പെയിൻ ആണെങ്കിൽ അത് എന്താണോ നമ്മളെ വേദനിപ്പിക്കുന്നത് അത് നമ്മൾ ഉറക്കെ പറയാം. എന്നിട്ട് നമ്മൾ ഇമേജ് ചെയ്യുക, ആ ഫ്ലെയിം പീസായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു എന്ന് നമ്മൾ ഇമേജിൻ ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ ആകുമ്പം എന്താ ഉണ്ടാവുക, ഈ ഫീലിങ്സ് ഒക്കെ പീസായിട്ട് മാറും. അതൊരു ഹീലിംഗ് മെത്തേഡാണ്. ഓക്കെ, അപ്പം നമ്മൾ ആ സമയത്ത് മനസ്സിൽ പറയേണ്ടത്, മൈ ഇമോഷൻസ് ആർ സേക്രഡ് മെസ്സഞ്ചേഴ്സ്. എൻ്റെ ഇമോഷൻസ് എല്ലാം സേക്രഡ് മെസ്സഞ്ചേഴ്സ് ആണ് എന്നാണ് പറയേണ്ടത്. അതായത് നമ്മളുടെ ഇമോഷൻസൊക്കെ നമുക്ക് ഹീൽ ചെയ്യാനായിട്ടുള്ളൊരു മെസ്സേജ് ആയിട്ടാണ് വരുന്നത് അല്ലേ, മെസ്സഞ്ചറാണ് ശരിക്കും. അപ്പം മൈ ഇമോഷൻസ് ആർ സേക്രഡ് മെസ്സഞ്ചേഴ്സ്. നമ്മളുടെ ഇമോഷൻസിനെ നമ്മളിപ്പം ആങ്കറിനായാലും അല്ലെങ്കിൽ ഗ്രീഫിനായാലും ബാഡ് ഇമോഷൻസ് ആയിട്ട് കാണരുത്, സേക്രഡ് മെസ്സഞ്ചേഴ്സായി കാണാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ജേണൽ ചെയ്യേണ്ടത് എന്താ, വാട്ട് ഈസ് മൈ പെയിൻ ട്രൈയിങ് ടു ടീച്ച് ഓർ അവേക്കൺ ഇൻ മീ. എന്തൊക്കെ പെയിൻസ് ആണ് എന്നെ അവേക്കൻ ആക്കാൻ ശ്രമിക്കുന്നത്, എന്തൊക്കെ പെയിൻസ് ആണ് എന്നെ ടീച്ച് ചെയ്യുന്നത്, ലെസൺസ് ടീച്ച് ചെയ്യുന്നത് നമ്മൾ ജേണൽ എഴുതാം. ഓക്കെ, ഇനി അടുത്തത് നാലാമത് ചെയ്യേണ്ടത് സേക്രഡ് ഫെമിനിൻ എംബഡിമെൻറ്റ്. അതെന്താണ് സേക്രഡ് ഫെമിനിൻ എംബഡിമെൻ്റ് എന്ന് പറയുമ്പോൾ, നമ്മളുടെ ഫെമിനിൻ എനർജിയിൽ നമ്മൾ പവറിൽ, സ്റ്റേബിലിറ്റിയിൽ ഇരിക്കുക, സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. മീൻസ് നമ്മൾ ചിലവർക്കൊക്കെ വിശ്വാസം ഉണ്ടാവില്ല നമ്മൾ ഡിവൈൻ ഫെമിനിൻ ആണോ എന്നുള്ളത്. ഡിവൈൻ ഫെമിനിൻ എന്ന് വെച്ചാൽ എന്താ, ദൈവികമായിട്ടുള്ള ഫെമിനാണ് അല്ലേ, ദേവി എന്നൊക്കെ പറയുന്ന ഒരു എന്താ പറയുക, സേക്രഡ് ഫെമിനിനാണ് നമ്മൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ഫീലിലിരിക്കണം. അപ്പോൾ ദേവിമാരൊക്കെ കാണില്ലേ, നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ഉള്ള ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിലിരിക്കുന്ന അതേപോലത്തെ ഒരു സേക്രഡ് ഫെമിനിൻസ് ആണ് നമ്മൾ. അപ്പം നമുക്ക് ചിലപ്പോൾ നമുക്ക് തന്നെ ഉണ്ടാവില്ലേ, നമ്മൾ അങ്ങനെ ആണോ എന്നൊക്കെ തോന്നും. ഓക്കെ, അപ്പം നമുക്ക് സെൽഫ് വാല്യൂ വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് നല്ല ഭംഗി തോന്നുന്ന നമ്മളുടെ കയ്യിലിരിക്കുന്ന ഏറ്റവും നല്ല ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ ധരിക്കാം. എന്നിട്ട് നല്ലൊരു മ്യൂസിക് വെച്ചിട്ട്, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മ്യൂസിക് വെച്ചിട്ട് സ്ലോലി ഡാൻസ് ചെയ്യാം. ഓക്കെ, ഈ ദേവിമാരൊക്കെ ഡാൻസ് ചെയ്യുന്ന പോലെ ഞാൻ ദേവിയാന്ന് മനസ്സിൽ കരുതുക, എന്നിട്ട് ദേവിമാരൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ജേണൽ ചെയ്യേണ്ടത്, ഇൻ വാട്ട് വേസ് can I honor my sacred feminine energy today? ഇന്ന് എൻ്റെ സേക്രഡ് ഫെമിനിൻ എനർജി എങ്ങനെയാണ് ഞാൻ ഹോണർ ചെയ്യേണ്ടത്, എന്തൊക്കെ വഴികളിലൂടെ ഞാൻ ഹോണർ ചെയ്യണം, എന്തൊക്കെ വഴികളിലൂടെ ഞാൻ വാല്യൂ ചെയ്യണം എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, എല്ലാ ദിവസവും എഴുതുക, എൻ്റെ സേക്രഡ് ഫെമിനിനെ എങ്ങനെയാണ് ഇന്ന് ഞാൻ ഹോണർ ചെയ്തത്, അങ്ങനെ എല്ലാ ദിവസവും എഴുതുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്, നല്ല ഡ്രസ്സൊക്കെ ധരിച്ച് ദേവിമാരെ പോലെ നമ്മൾ തന്നെ മനസ്സിൽ കരുതുക നമ്മളൊരു ദേവിയാന്ന്. എന്നിട്ട് നമ്മൾ സോഫ്റ്റ് മ്യൂസിക്കൊക്കെ വെച്ചിട്ട് നമ്മൾ സ്ലോലി ഡാൻസ് ചെയ്യാം. ഓക്കെ, അത് നമ്മളുടെ ഫെമിനിൻ എനർജീനെ ഹീൽ ചെയ്യാൻ സഹായിക്കും. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അഞ്ചാമത്തെ ദിവസം ചെയ്യേണ്ടത് ഹാർട്ട് ചക്ര ഹീലിംഗ് ആണ്. ഹാർട്ട് ചക്ര ഹീലിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവരും ചക്ര ഹീലിങ്സ് ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഇത് നമ്മൾ ഹാർട്ട് ചക്രയാണ് ഹീൽ ചെയ്യേണ്ടത്. മെഡിറ്റേറ്റ് ഫോർ 5 to 10 minutes, 5-10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ ഹാർട്ടിലേക്ക് ഫോക്കസ് ചെയ്യുക. ഗ്രീൻ ലൈറ്റ്
ഹാർട്ടിൽ ഗ്രീൻ ലൈറ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക. പിന്നെ നമ്മൾ ഇമേജിൻ ചെയ്യണം, അത് എക്സ്പാൻഡ് ചെയ്ത് അൺകണ്ടീഷണൽ ലവ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്ത് ഗ്രീൻ ലൈറ്റ് വരുന്നതായിട്ട് നമ്മൾ ഇമേജിൻ ചെയ്യണം. അപ്പം നമ്മൾ എന്താണ് മനസ്സിൽ കരുതേണ്ട മന്ത്ര എന്ന് പറയുന്നത്, മനസ്സിൽ കരുതേണ്ടത് എന്താണ്? മൈ ഹാർട്ട് ഈസ് ഓപ്പൺ, മൈ ലവ് ഈസ് ഫ്രീ. മൈ ഹാർട്ട് ഈസ് ഓപ്പൺ, മൈ ലവ് ഈസ് ഫ്രീ. ഇങ്ങനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കരുതണം. അടുത്തത് നമ്മൾ എന്താണ് ജേണൽ എഴുതേണ്ടത്? വാട്ട് ഡസ് അൺകണ്ടീഷണൽ ലവ് മീൻ ടു മീ. ഞാൻ അൺകണ്ടീഷണൽ ലവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ എന്താണ് അൺകണ്ടീഷണൽ ലവ് എന്ന് അർത്ഥമാക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത്, അൺകണ്ടീഷണൽ ലവിനെ കുറിച്ച് അറിയാവുന്നതൊക്കെ നിങ്ങൾ എഴുതി വെക്കാം. ഓക്കെ, അറിയാത്തത് നിങ്ങൾ അറിയാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഡേ 6 അല്ലെങ്കിൽ 6ാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സോൾ മിഷൻ ആക്ടിവേഷനാണ്. എന്താണ് സോൾ മിഷൻ ആക്ടിവേഷൻ? എല്ലാവർക്കും സോൾ മിഷൻ ഉണ്ടാവും അല്ലേ? അപ്പം നമ്മൾക്കത് കുറേ പേർക്കൊക്കെ ഇപ്പം അറിഞ്ഞിട്ടുണ്ടാവും എന്താണ് സോൾ മിഷൻ എന്ന്. അപ്പോൾ അത് നമ്മൾ ചെയ്യുക. എന്താണ് സോൾ മിഷൻ എന്നുള്ളത് ചെയ്യുക. ചിലർക്ക് റൈറ്റിംഗ് ആവാം, ചിലർക്ക് ഹീലിംഗ് ആവാം, ചിലർക്ക് ഹെൽപ്പിംഗ് അതേഴ്സ് ആവാം, ലേണിംഗ് ആവാം, സർവീസസ് ആവാം. അങ്ങനെ എന്താണോ നമ്മുടെ സോൾ മിഷൻ നമ്മൾക്ക് മനസ്സിലാവുന്നത്, ഇൻറ്റ്യൂട്ടീവ്ലി മനസ്സിലാവുന്നത്, അത് നമ്മൾ കുറച്ച് ചെയ്യാം. ഓക്കെ, ജേണൽ എഴുതാം. വാട്ട് ഗിഫ്റ്റ് ഇൻ മീ ആർ റെഡി ടു ഷൈൻ നൗ. ഡിവൈൻ എന്ത് ഗിഫ്റ്റാണ് നമുക്ക് ഷൈൻ ചെയ്യാൻ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നിൽ ഷൈൻ ചെയ്യാൻ തയ്യാറായിട്ട് റെഡിയായിട്ട് ഇപ്പോൾ നിൽക്കുന്ന ഗിഫ്റ്റ് എന്താണ്? അത് ജേണൽ ചെയ്യുക. അതായത് നമ്മളുടെ സോൾ മിഷൻ എന്താണെന്ന് ജേണൽ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം 7ാമത് നമ്മൾ ചെയ്യേണ്ടത് സറണ്ടർ ആൻഡ് ട്രസ്റ്റ്. അതായത് 7ാമത്തെ ദിവസമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 7ാമതായിട്ട് ചെയ്യാം. ഓക്കെ, സറണ്ടർ ആൻഡ് ട്രസ്റ്റ്. റൈറ്റ് എ ലെറ്റർ ടു യുവർ DM-നൊരു കത്തെഴുതുക. നിങ്ങൾ ഒരിക്കലും അയക്കാത്തത് എഴുതുക. നമുക്കെല്ലാവർക്കും ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ടാവും അല്ലേ? DMസിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ പറയാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും ചിലപ്പോൾ അവരോട് പറയില്ല, വേറെ എന്തൊക്കെയായിരിക്കും പറയുക. പക്ഷെ അത് ഡിവൈൻ തീരുമാനിക്കുന്ന കാര്യങ്ങളെ നമ്മൾ അവരോട് പറയുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ബ്ലോക്കേജ് ആയിട്ട് അവരോട് പറയാതിരിക്കുന്ന കാര്യങ്ങളായിരിക്കും അവരെ നമ്മൾ ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണോ അവരോട് പറയാനുള്ളത് അതൊക്കെ ഒരു ലെറ്ററിൽ എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ബേൺ ചെയ്യാതെ കത്തിച്ചിട്ട് അതിനെ റിലീസ് ചെയ്യാം മുഴുവൻ. എന്തൊക്കെയാണോ ഇന്ന് ഇരുന്നിട്ട് DM-ന് ഇന്ന് കത്തെഴുതുക, എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ എഴുതുക, അത് കത്തിക്കുക, റിലീസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചേസ് ചെയ്യില്ല. അപ്പം നമ്മൾ പറയേണ്ടത് ഐ സറണ്ടർ ദിസ് ജേണി ടു ഡിവൈൻ ടൈമിങ് ആൻഡ് വിസ്ഡം. അതായത് നമ്മളെ ജേണി നമ്മൾ ഡിവൈൻ ടൈമിങ്ങിനും ഡിവൈൻ വിസ്ഡത്തിനും വേണ്ടിയിട്ട് സറണ്ടർ ചെയ്തു. അതുകൊണ്ട് നമ്മൾ ചേസ് ചെയ്യാൻ പോവാതെ ലെറ്റർ എഴുതിയിട്ട് കത്തിച്ച് കളയുന്നു എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അവരോട് പോയിട്ട് മെസ്സേജ് അയച്ചിട്ടോ കോൾ ചെയ്തിട്ടോ ചേസ് ചെയ്ത് പറയുന്നത് നമ്മൾ ലെറ്റർ എഴുതിയിട്ട് അത് കത്തിച്ചിട്ട് കളയാം. എന്നിട്ട് നമ്മൾ പറയാം ഐ സറണ്ടർ ദിസ് ജേണി ടു ഡിവൈൻ ടൈമിങ് ആൻഡ് വിസ്ഡം. ഡിവൈൻ ടൈമിങ്ങും ഡിവൈൻ വിസ്ഡത്തിനും ഞാൻ ജേണി സറണ്ടർ ചെയ്തു. അതായത് ഇനി ഇതൊക്കെ നിങ്ങളോട് നേരിട്ട് പറയുന്നത് ഡിവൈൻ ടൈമിങ്ങിലായിരിക്കും എന്നാണ് അർത്ഥാക്കുന്നത്. ഓക്കെ, നമ്മൾ ജേണൽ ചെയ്യേണ്ടത് വാട്ട് ഡു ഐ നീഡ് ടു ട്രസ്റ്റ് മോർ ഡീപ്ലി ടുഡേ. ഇന്ന് എന്താണ് ഞാൻ കൂടുതലായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നത്? അതായത് ഡിവൈൻ ട്രസ്റ്റ് ആണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്താണ് ട്രസ്റ്റ് ചെയ്യുന്നത്? നമ്മളുടെ ജേണി, ടിൻ ഫ്ലെയിം ജേണിയിൽ നമ്മളുടെ ട്രസ്റ്റ് എന്താണ്? ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം നടക്കും അല്ലേ? അതുപോലെ ഇത് ഡിവൈൻ ഗൈഡഡ് ജേണിയാണ്. ഇതൊക്കെ അല്ലേ നമ്മളുടെ ട്രസ്റ്റ്? അപ്പോൾ അതൊക്കെ എഴുതി വെക്കാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇത് സമയമുള്ളവർക്ക് 7 ദിവസത്തെ ഒരു കാര്യമാണിത്, പ്രാക്ടീസാണ്. ഇത് സമയമുള്ളവർക്ക് എങ്ങനെ ചെയ്യാം? ഒറ്റ ദിവസം കൊണ്ട് 7 കാര്യങ്ങളും കൂടിയിട്ട് ചെയ്യാം. അപ്പോൾ അതങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രാക്ടീസൊക്കെ ഒന്നിച്ച് ചെയ്യുക. ജേണലൊക്കെ എഴുതാനിരിക്കുന്ന സമയത്ത് എല്ലാതും ഒന്നിച്ചിരുന്ന് എഴുതുക, അങ്ങനെ ചെയ്യാം. ഓക്കെ.